ഗൗതപ്പൻ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്ന് കാണുന്നവർ പറയുന്നു. ഞാനവിടെ ഇല്ലായിരുന്നല്ലോ. അല്ല ഇതിന് മുന്നേ കുഞ്ഞിനറിയാം എന്തോ പോകുന്നില്ല. ഞാൻ യുദ്ധമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുമല്ലോ, വേറെ ഒന്നുമല്ല, കുറച്ച് പ്രോഗ്രാമുള്ളൂ ആ ഡൗൺ, അല്ലാതെ വേറെ ഡൗൺ ഒന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണു തന്നെയാണ്. അപ്പോൾ രേണു ഇന്നലെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. രേണു ഇവരുടെ കാര്യമുണ്ടല്ലോ, ഇച്ചിരി വെച്ചല്ലേ ഇടുള്ളൂ, മൊത്തം കൂടെ ഒന്നും ഇച്ചിരിയിൽ വരുള്ളൂ. ഇതേ പരിപാടി തന്നെയാണ് രേണുവിനെ ആരാധിക്കുന്ന ഞങ്ങൾ ലാൻഡിറ്റി എന്ന് പറഞ്ഞാൽ വന്നിച്ച് കമൻറ്റ് ഇടുന്നത് ഇച്ചിരി ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായില്ല കേട്ടോ. എന്നാ പുള്ളി എഴുതിയിരിക്കുന്നത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ ഒന്ന് വ്യക്തമായിട്ട് എഴുതുക, നമുക്കിന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റണ്ടേ? ഇവർ എഴുതുന്നത് എന്നാ നമുക്ക് മനസ്സിലായാലല്ലേ നമുക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് രേണുവിനെ അനുകൂലിച്ചാണോ എന്നെ അനുകൂലിച്ചാണോ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാണേലും ഇന്നലെ വന്ന് കുറേ കമൻറ്റൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, പൊക്കോളുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞങ്ങൾക്കിവിടെ കുറേ ദിവസം നല്ല ഇടിയും മഴയായിരുന്നു കേട്ടോ. ഇടി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒന്നൊന്നര ഇടിയൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി, ഇന്നുകൊണ്ട് മഴയൊക്കെ മാറി തോന്നുന്നു. വീണ്ടും ചൂടൊക്കെ തിരക്കി. ഇത്രയും ദിവസം മഴ പെയ്തിട്ട് ഇന്നലെയാണ് ഒരു ചെറിയ തണുപ്പായിട്ട് തോന്നിയത്. എല്ലാവർക്കും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാലാവസ്ഥ എന്ന് കരുതുന്നു. മിക്കയിടത്തും മഴ നല്ലപോലെ കിട്ടിയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് രേണുവിൻ്റെ ഞാൻ ഓർത്ത് കേട്ടോ, പുതിയ വർക്ക്, സിനിമ കാര്യങ്ങൾ ഒക്കെ അല്ലേ. ഇപ്പോൾ പുള്ളിക്കാരി ഒരു പൊടിക്കൊന്നും ഒതുങ്ങുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ആൽബത്തിൻ്റെ കിടന്ന് കാണിക്കാൻ ഇത് അതിനേക്കാ കഷ്ടമായി കേട്ടോ. ഇവന്മാർ പുള്ളിക്കാരി എവിടെ പോയാലും കൃത്യമായിട്ട് തേടിപ്പിടിച്ചെത്തുന്നുണ്ട്. അത് പറഞ്ഞിട്ടായിരിക്കും എത്തുന്നത്, പറയാഞ്ഞിട്ടായിരിക്കത്തില്ല. കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നത് അതൊക്കെ കേൾക്കുന്നുണ്ട്, നിക്കർ ഇട്ടുകൊണ്ടാണ് വന്നതെന്നോ എന്നൊക്കെ ചോദ്യങ്ങളാണ് ഇവന്മാർ ചോദിക്കുന്നത്. എന്നതൊക്കെയാണ് ഇവന്മാർക്ക് അറിയേണ്ടത്. ഈ ചോദിച്ചത് നിക്കറിടുന്നതിനെ പറ്റിയാണ് ചോദിച്ചത്. നിക്കർ ഇട്ടിട്ടുണ്ടോ? അതിനകത്തൊരു എനിക്കൊന്നൊരു പുതിയ ചെറുക്കനാന്ന് തോന്നുന്നു. അവൻ ചോദിക്കുന്ന രേണുവിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ചോദിക്കുന്ന മൊത്തം പൊട്ടത്തരം പിടിച്ച ചോദ്യങ്ങളുമാണ്. അപ്പം രേണുവിനോട് ചോദിക്കുന്നുണ്ട്, രേണുവിനെ ആരെങ്കിലും പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കിച്ചാണോ, അങ്ങനെ കൊണ്ടാണോ രേണു അങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ കാണിക്കല്ലേ രേണു സംസാരിക്കുന്നതൊക്കെ ചോദിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി രേണു ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷെബീന ബീബിയെ പറ്റി ഇങ്ങോട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഞാനൊരു കാര്യം പറയാൻ വന്നത് എന്നാന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു, മറ്റേ ഇവരുടെ ശാരിക പറയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഷെബീന ബീബി പേടിച്ചു, അവർ മാളത്തിൽ ഒളിച്ചു, അവർക്കെതിരെ ഇനി വരുന്ന കേസുകൾ അതിൻ്റെ കരിക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു, മറ്റേതാ മറിച്ചാണ്. അവർ ഈ പബ്ലിക്കിലേക്ക് എടുത്ത് ഇട്ടത് മൊത്തം അവർക്ക് തെളിവ് അത് സ്ട്രോങ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, അവർക്കറിയാം അത് ജെനുവിൻ ആയിട്ടുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെടുത്തിട്ടത്. അപ്പോൾ അവർ പേടിച്ചു, മാളത്തിൽ ഒളിച്ചു എന്നൊക്കെയാണ് ശാരിക പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരെയാണ് പേടിച്ച് ആരാണ് ഒതുങ്ങിയേക്കുന്നതെന്ന്. അവരുടെ അടുത്ത് തകർത്ത് നിന്നാണ്. ഇപ്പം ഈ വോയിസ് നിങ്ങളൊന്ന് കേട്ടോണേ. ആര് ക്ലാസ് ചെയ്യാൻ ആരും ക്ലാസ് ചെയ്യത്തില്ല. ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ തീരുമാനിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആരും ക്ലാസ് എടുക്കാനോ എനിക്ക് ആരും ഇല്ല. ഈ ഒറ്റ ക്ലാസ്സിൽ വേഗത്തില്ല. ഈ ഷെഫീന ബീബിന്റെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞോ? രേണു അകത്താക്കും എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. നോക്കാം. അല്ല, ഇന്നലെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആരാ? ഞാനിതൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരു ബ്ലോഗേഴ്സ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കാണാറില്ല. തൊണ്ട പോയിക്കോ കാണാറില്ല, താല്പര്യമില്ല. അതിന് വൈകിട്ട് എന്തെങ്കിലും ചെയ്യട്ടല്ലേ, ഇതിന് കാര്യമില്ല. ഇത് ശാരികയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് മെയിനായിട്ട്. അവർ ചോദിച്ചത് ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു രേണുവിന് അനുകൂലമായിട്ട്. അത് ഇട്ടതാരാണ്? ശാരികയാണ് ഇട്ടത്. ശാരിക ഇട്ട കാര്യമുണ്ട്. രേണു പറഞ്ഞു ഞാനൊന്നും കാണാറില്ല, ഇതൊക്കെ അവരുടെ ഒരു ബ്ലോഗർമാരുടെ ഒരു ഇതും കാണാറില്ല, അവരുടെ വയറ്റുപഴപ്പിന് വേണ്ടിയായിട്ട്. അപ്പോൾ ശാരിക വന്ന് പ്രസംഗിച്ചിട്ട് ഇപ്പോൾ എന്നെ ആയി. രേണു പറഞ്ഞു കേട്ടോ, രേണുവിനെ വിറ്റ് നിങ്ങളും കഴിക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാവരും പറയും ബ്ലോഗർമാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം രേണുവിനെ വിറ്റ് തിന്നുന്നത്. ഇവരുടെ കൂടെ ഉള്ളവരും തന്നെയാണ് കാണിക്കുന്നത്. ഞങ്ങൾ മുഖത്തടിക്കുന്നവർ പറയുന്നു, അവർ സൂചിപ്പിച്ച് പറഞ്ഞ് പൈസ മേടിക്കുന്നതാണ്. ശാരിക വന്നു, പക്ഷേ ശാരിക വന്നിട്ട് എറിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് രേണു പറയുന്ന കേട്ടോ, നോ കമൻസ് എന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം പറഞ്ഞാൽ ഇനി ബാക്കി. ഇപ്പോൾ ഈ ശാരിക വന്ന് ഇത്രയും തുള്ളിയതുകൊണ്ട് വീണ്ടും എന്നാ സംഭവിച്ചു? വീണ്ടും ഷെബീന ബേബി അടുത്തൊരു വോയിസ് ഇട്ടു. ഇവരുടെ നാട്ടിലുള്ള ഒരു പുള്ളിക്കാരന് പൈസ കൊടുക്കാനുള്ളതിന് അദ്ദേഹം ആ പൈസ കൊടുക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് നിന്ന് ചോദിച്ചപ്പം സുധിയുടെ ചെക്കാണ് കൊടുത്തേക്കുന്നത്. സുധി ഉണ്ടായിരുന്ന സമയത്ത് മേടിച്ച പൈസയാണ്. ചോദിച്ചപ്പോൾ ഇവർക്കൊക്കെ ചിലവിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ്. കാര്യം പലരുടെ കയ്യിൽ നിന്ന്, മീൻകാരന്, പച്ചക്കറി കിടക്കാരന്, അല്ലാതെ പലചരക്കിടക്കാരന് എവിടെയും കടമായിരുന്നു. ഒരു വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയല്ലായിരുന്നു. സുധിയാണ് എൻ്റെ വീട്ടിലുണ്ടായിക്കൊണ്ടിരുന്നതെന്ന് അദ്ദേഹം നല്ല വ്യക്തമായിട്ട് അവരുടെ അതിന് ചാനലത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണോ സ്ത്രീയാണോ പുരുഷനാണോ അറിയത്തില്ല കേട്ടോ. കാര്യം അവർ സൗണ്ട് ഇതാക്കിയാണ് ഇട്ടേക്കുന്നത്. അവരാണ് എന്നുള്ള സൗണ്ട് ഇത് അവരുടെ ആണെന്നുള്ളത് അറിയിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്നതോ അവർ പറഞ്ഞിട്ട് അങ്ങനെ സൗണ്ട് മാറ്റിയാണ് ഇട്ടേക്കുന്നത്.
അതിനകത്തുള്ള വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണുവിനെ പറ്റി മോശമായിട്ടും ഒക്കെ പറയുന്നുണ്ട്. രേണു കാണിച്ച ഓരോ കാര്യം, ശ്രുതി മരിച്ചതിന് ശേഷമുള്ള ഓരോ മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആ പൈസയുടെ കാര്യത്തിന് വേണ്ടി കൊണ്ടുപോയി അവർ ചോദിച്ചപ്പം അവർക്കെതിരെ കേസ് പോയതാണ്. അവർക്കെതിരെ കേസ് പോയി, അവരുടെ മകൻ ഇവരെ കയറി പിടിച്ചു എന്ന് വരെ കേസ് കൊടുത്തു. ലാസ്റ്റ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ പോലീസുകാർ പറഞ്ഞത് നിനക്ക് ഇവിടെ വന്ന നാൾ മുതൽ ഇതേ ഉള്ളതെന്ന്. കാര്യം എല്ലാം ഇറങ്ങിയെന്ന് കടം ശ്രുതിയോട് ചോദിച്ചാണ്. കടം മേടിക്കുക, കേസാകുക, സ്റ്റേഷനിൽ ചെല്ലുക, ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. ഇപ്പോൾ ഇവർക്ക് പൈസയൊക്കെ ആയി കഴിഞ്ഞിട്ടും അവരത് ചോദിച്ചിട്ട് ഇവർ കൊടുക്കത്തില്ല. അവർ പറയുന്നത് ഞാൻ കേസ് നടക്കുമല്ലേ എന്നിട്ട് പിന്നെ തരാമെന്ന്. മരിച്ചു പോയവരുടെ പേരിൽ എന്നാ കേസ് നടക്കാനോ? ഒന്നും നടക്കാനില്ല. ആ ചെക്കൊക്കെ എഴുത്തള്ളി പോകത്തുള്ളൂ. പിന്നെ മനസാക്ഷി ഉണ്ടെങ്കിൽ അത്ര 1 ലക്ഷം രൂപ എങ്ങാണ്ട് അവരുടെ നിന്ന് മേടിച്ചിരിക്കുന്നത്. ആ പൈസ അവർക്ക് തിരിച്ചു, അവർക്കിപ്പോൾ വല്ലാത്തൊരു മോശം അവസ്ഥയിലാണ്. അവർ ആ പൈസ ഇപ്പോൾ കിട്ടിയ വലിയ ഉപകാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരല്ലേ സാധനം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട്, കൊടുക്കുകയില്ല. അവരതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണുവിൻ്റെ അമ്മയെ പറ്റി പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശാരികയുടെ ഒരു വീഡിയോയ്ക്കുള്ള ഒരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരൊന്നും മിണ്ടാതിരുന്നതാണ്. അപ്പോൾ അവരെ കുത്തിപ്പൊക്കി അവർ അതിനുള്ള മറുപടി കൊടുത്തിട്ടേ പോകുള്ളൂ. ഫേസ്ബുക്ക് വേണ്ട ഇനി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. എന്താ ആരെങ്കിലും ദേഷ്യത്തോടുകൂടി ചെയ്താന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, വളരെ തീർച്ചയായിട്ടും. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ആരെയും സംശയമില്ല. രേണുവിന് ഇത്രയധികം ശത്രുക്കളുണ്ട്. നിങ്ങൾക്കറിയാവുന്നല്ലേ രേണുവിന് ഇത്രയധികം ശത്രുക്കളുണ്ടെന്ന്. പക്ഷെ രേണു ആർക്കും ഒരു ശത്രുതയും ആർക്കും വരുത്തി വെക്കുന്നില്ല. പക്ഷെ എൻ്റെ അടുത്ത് എന്തോ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ വെല്ലുവിളിച്ചതിന്റെ പകരം വീട്ടിലുണ്ടോ? ആരെ വെല്ലുവിളിച്ചത്? ഫേസ്ബുക്ക് പേജ് അടിച്ചുള്ളവർ ചെയ്യുന്നവരുണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ ഓർക്കുന്നില്ല. ഒരു മൂടിനെ പറഞ്ഞു ഇത്ര വലിയ പുരുഷനും ഓർക്കും. ഇതിൽ രേണു പറയുന്നുണ്ട്, രേണു ഒരു മൂഡിന് പറഞ്ഞാണെന്ന്. ഫേസ്ബുക്ക് എന്നുള്ള വരുമാനം വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ രേണുവിൻ്റെ ദേഷ്യപ്പെട്ടുള്ള നോട്ടം കണ്ട സൈഡിൽ നിൽക്കുന്ന പയ്യനെ ആ ഫേസ്ബുക്ക് ID ഇവർ തന്നെ കളഞ്ഞാന്ന് പലരും പറയുന്നുണ്ട് കേട്ടോ. ഇവർ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനൊരു മറയായിട്ട് അതെന്നത് ഉണ്ടാക്കി വെച്ച പരിപാടിയെന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു അത് അടിച്ചു പോയത് തന്നെയാണ്, കുറച്ച് നല്ല പോലെ പൈസ മുടക്കി ചിലപ്പോൾ തിരിച്ച് കിട്ടും എന്നും പറയുന്നുണ്ട്. ഈ 2 വശത്തോടെയും പറയുന്നുണ്ട്. അപ്പോൾ രേണുവിനോട് ചോദിക്കുന്നത് രേണുവിന് ശത്രുക്കളോ? രേണു പറയുന്നത് രേണുവിന് ആരോട് ശത്രുതയില്ല, രേണുവിനോട് ശത്രുക്കളെ മൊത്തം ഈ വായിലെ നാക്കാണ് രേണുവിൻ്റെ ശത്രു, അല്ല വേറൊന്നുമല്ല. അപ്പം തന്നെ അവിടെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ആ പയ്യനാണ്. ആ പയ്യൻ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെ കണ്ണിന് കാണാത്തതെന്ന് തോന്നുന്നു രേണുവിനെ. ഭയങ്കര ദേഷ്യമാണ് ചെറുക്കൻ്റെ അടുത്ത് കാണിക്കുന്നത്. ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം സൂപ്പിച്ച് അവരിവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇവരും അതുപോലെ തന്നെ ചിരിച്ച് കളിച്ചിരിക്കുന്നത്. ആ ഒരു ചുണയുണ്ടെങ്കിൽ കളയടാ, എൻ്റെ FBO ഇൻസ്റ്റ നീ ചുണയുണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞ് കാണിക്കുക എന്ന് പറഞ്ഞതാണ്. ആ പറഞ്ഞു കഴിഞ്ഞാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടാണോ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, അങ്ങനെ സംശയം ഇല്ലാഴികയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. വായിൽ നാക്കാണ് നിങ്ങളുടെ ശത്രു, അല്ലാതെ മനുഷ്യരൊന്നുമല്ല നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ വായിൽ നാക്കാണ് നിങ്ങളുടെ ശത്രു. ആരാധകരോട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് കുറെ ചെറുപ്പക്കാര് കൊച്ചു പിള്ളേർ ആരാധകരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ 3 പിള്ളേരെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. ഓക്കെ, എന്നെ സംബന്ധിച്ച് അവർ കൊച്ചു പിള്ളേരല്ലേ. എനിക്ക് 34 വയസ്സില്ല, അതുകൊണ്ട് പറഞ്ഞത് 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. അങ്ങനെയല്ല പറയുന്നത്, 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേരൊക്കെ എന്റെ ആരാധകർ. ഇഷ്ടപ്പെടാൻ പാടില്ല. ചെറിയ കുട്ടികള്, വാവകളല്ലേ, അത് കുഞ്ഞു വാവകളില്ല. അവർക്ക് ഇഷ്ടമാണ്. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. മൂന്നാറിൽ വെച്ചിട്ട് കുറേ ആരാധകർ ഉണ്ടായിരുന്നു. ആരാധകരുടെ ഞാൻ പറയാറില്ല, എന്നെ സ്നേഹിക്കുന്നവരെന്നേ ഞാൻ പറയാറുള്ളൂ. മൊത്തത്തിൽ എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എന്തോ ഇവന്മാരുടെ ഓരോ ചോദ്യം, ഇവളുടെ ഒരു ഇളിയും ഇവളുടെ ഒരു പറച്ചിലും, അത് പിന്നെയും പതിയെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ഒതുങ്ങിയ പോലെ നിന്നാണ്. പക്ഷേ ഇവന്മാർ സമ്മതിക്കുകയല്ല ഇവൾ ഒതുങ്ങി നിൽക്കാനായിട്ട്. 18 വയസ്സ് കഴിഞ്ഞവരെന്ന് പറഞ്ഞാലേ ഉള്ളൂ ഇതാകത്തില്ല, അല്ലെങ്കിൽ അത് കേസോ. പക്ഷേ അതിൽ ഇവരുടെ ചാനലിനകത്ത് കാണിക്കുന്ന എന്നാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കുഞ്ഞു പിള്ളേർ, കുഞ്ഞു പാവകളൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നു. കുഞ്ഞിതെന്നോ ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. ചില കൊച്ചു പിള്ളേർ ലാലേട്ടൻ്റെ പാട്ട് കേട്ടാലേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഓരോന്നും. ലാലേട്ടൻ്റെ പാട്ടെന്ന് ലാലേട്ടൻ അഭിനയിച്ച സിനിമയിലെ പാട്ടും കാര്യങ്ങളും അതൊക്കെ കണ്ടുകൊണ്ട് കിടന്നായിരിക്കും ചില കുഞ്ഞുങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലാതെ കുഞ്ഞതും വലുതൊന്നുമില്ല. പിന്നെ ഇവരെ സ്നേഹിക്കുന്നവരെന്നാണ് ഇവർ പറഞ്ഞത്, ഇവർ ആരാധകരെന്നല്ല. അത് പിന്നെ പൊതുവെ പുള്ളിക്കാരി സബിനകത്ത് വരുന്നവരെയൊക്കെ കുട്ടാന്നും ചക്കരയെന്നും മോനെയെന്നും തേനെന്നും പാലെന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞത്. അതൊരൊന്നൊന്നര സ്നേഹമാണ് അതിനകത്ത് കിട്ടുന്നത്. അതുകൊണ്ടാണ് സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കൊച്ചു പിള്ളേരുടെ പേര് പറയാൻ പറ്റത്തില്ലല്ലോ. പറയുമ്പോഴത്തേക്ക് അതടുത്തൊരു വിഷയമാകത്തില്ലേ, കൊച്ചു പിള്ളേർ വരെയാണോ ഇവർ ഇത് കാണുന്നത് എന്നൊരു ചോദ്യം വരെ. അതിനാണ് 18 വയസ്സിന് മുകളിലുള്ളവർ എന്ന് എടുത്ത് പറഞ്ഞേക്കുന്നത്. പൊതുവെ ഒരു സംസാരമുണ്ട്, രേണുവിനോട് ചാറ്റ് ചെയ്ത് രേണുവിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ടോക്ക് പൊതുവെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് രേണുവിന് പറയുന്നത്? അല്ല, ഏത് രീതിയിലാണ് രേണുവിനെ എനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോൺടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. ഇതാണ് ഇപ്പം ചാറ്റിന്റെ കാര്യമാണ് എടുത്തിട്ട് അത് അങ്ങനെ വെളുപ്പിക്കാം എന്നിവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ വെളുപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെ രേണു കുറേ പ്രാവശ്യം പറയുന്നുണ്ട്, ഈ ചാറ്റിന്റെ കാര്യം. ഇത് ഇവർ ചാറ്റ് ചെയ്തതല്ല എന്നൊക്കെ പറയുന്നുണ്ട്.
ചാറ്റ് ആരാണ് പുറത്തു വിട്ടത് അതിനെ കുറിച്ച് എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണ്, ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടവരൊക്കെ പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ട്, പ്രോഗ്രാം ആവശ്യമുണ്ട്, മാനേജറെ കോൺടാക്ട് ചെയ്യും. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. ഇതിപ്പോൾ പുള്ളിക്കാരിക്ക് ഇത് പറഞ്ഞെന്ന് അങ്ങോട്ട് സമ്മതിക്കാനും വയ്യ, പുള്ളിക്കാരി ചെയ്തില്ല എന്നും പറയാൻ വയ്യ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്ന് പറയുന്നു, ഇവർ ഇത്രയും അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്, ഇവരെ പറ്റി ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ് വന്നിരിക്കുന്നത്. ഇവർ പറയുന്ന മാനേജറായിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം, ഒരിക്കലുമല്ല. അതിൽ ചാറ്റ് മുഴുവൻ നമ്മൾ കണ്ടാണ്. റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവർ കാലിൻ്റെ ഫോട്ടോ ഇടുന്നുണ്ട്, ഇത്രയും കാര്യം. ഇത് ഇവർ ചെയ്തതല്ലെങ്കിൽ ഇവരിത് എപ്പോഴേ കേസിന് പോയതെന്നറിയാമോ? ഉറപ്പായിട്ടും ഇവർ കേസിന് പോയതിനെ. പക്ഷേ ഇവരിത് പോകാതിരിക്കുന്നതിൻ്റെ കാര്യം ഇത് ഇവർ തന്നെ ചെയ്ത കാര്യമായതുകൊണ്ടാണ് അവർ കേസിന് പോകാതിരിക്കുന്നത്. അതിന് പോയാൽ ഇവർ അതിൻ്റെ ഇരട്ടി പണി മേടിച്ച് കിട്ടുമെന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഇവർ പോയിരിക്കുന്നത്. ഇതിനെ ന്യായീകരിച്ച് ഇവരുടെ ഒരു ശിങ്കിടിയുണ്ട്, ഒരു ഇക്ക. ആ ഇക്ക പറയുന്ന കാര്യം ഒന്ന് കേട്ടോണേ. ഈ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ കേട്ടണം. അതിൽ എനിക്ക് മനസ്സിലാകാതെ, രേണു പറയുന്നുണ്ട് രേണു 34 വയസ്സുള്ളൂ. ഈ ചേട്ടൻ കയറി ഈ രേണുവിനെ കയറി ചേച്ചി എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന രീതി, അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാനാണ്. ഇങ്ങനെ ഈ കാര്യങ്ങൾ ചർച്ചക്കാർ ഈ വെളുപ്പിക്കാൻ വന്ന ടീമാണ് ഇതിലുമുണ്ട്. അന്ന് കിച്ചൻ്റെ കാര്യത്തിൽ വെളുപ്പിക്കാൻ വന്ന കൂട്ടത്തിൽ ഇതുമുണ്ട്. വേറെ കക്ഷി ഉണ്ടെന്ന് കണ്ടില്ല, എന്തെന്ന് ഇനി അതും വരും. ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട്, ഇതേ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം. രേണു ഉപ്പ് തന്നെയാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറ്റം വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇവർ ഒന്നിച്ചിരുന്നൊന്ന് ക്ലാസ് എടുത്ത് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് പഠിക്കുമായിരുന്നെങ്കിൽ ഒരേപോലെ ഇവർക്ക് പറയാമായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണിലുള്ള ചർച്ചകളായിരിക്കും. എന്നാലും നമുക്ക് ഇച്ചേട്ടൻ പറയുന്ന കാര്യമൊക്കെ രേണുവിൻ്റെ ചാറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇത് കേട്ടോണ്ട് നമുക്ക് കേൾക്കുന്നൊരു പൊട്ടനാവും. രേണുവിന്റെ മോശം ചാറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നു. അത് രേണുവിച്ചിനെ പറയണ്ടല്ലോ, അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടൊന്ന്. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചി പറഞ്ഞത് ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരു കാണാം എന്നൊക്കെയാണ് ഉണ്ടാവുക. അത് നമ്മൾ നോക്കുന്ന തലങ്ങളിലാണ്. ഇപ്പോൾ വായ സിനിമ ഇറങ്ങിയപ്പോൾ വായിൽ അവന്റെ ഏട്ടൻ അനിയനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതിയെന്ന്. അപ്പോൾ അത് അവൻ കേൾക്കുന്നത് തന്നെയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാൽ മതി. പക്ഷെ അവന്റെ ഏട്ടൻ എന്താ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ തന്നെ നിന്നാൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. രേണു ചേച്ചി പറയുന്നത് നമുക്കൊരു ചായ കുടിക്കാം, മീറ്റ് ചെയ്യാം. നമ്മളെന്ത് നമുക്കൊരു ചായ കുടിച്ചാലോ, ഒന്ന് മീറ്റ് ചെയ്താലോ. നേരെ മറിച്ച് രേണു ചേച്ചി ഉദ്ദേശിച്ചത് കാണാലോ, അതിനെന്താ ഒരു ചായ കുടിക്കാൻ പോയാലോ, അങ്ങനെ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് രണിച്ചേച്ചി ഉദ്ദേശിച്ച് ഒരു ചായ കുടിക്കാൻ പോകാൻ വേണ്ടി. അതുകൊണ്ടായിരിക്കും എമൗണ്ട് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞു ചായ കുടിക്കാൻ പോകുമ്പോൾ പൈസ വേണമല്ലോ, അതുകൊണ്ടായിരിക്കും ചേച്ചി എമൗണ്ട് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ വരുന്തോറും ഉണ്ടല്ലോ ഇവർ കറുത്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു വഴിക്കൂടെ മിണ്ടാതെ അങ്ങ് വിട്ട് പോകാമെങ്കിൽ അത് ആ വഴിക്കങ്ങ് പൊക്കോളും. ഇവരെയൊക്കെ വെളുപ്പിക്കാൻ വിടാതിരിക്കാൻ ഉണ്ടല്ലോ അവർക്ക് പിന്നെയും കുറച്ചൊക്കെ അതും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നോട് ചോദിച്ചു അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയിപ്പിക്കുന്നില്ല. 5 ലക്ഷം 3 ലക്ഷം ഇതൊക്കെ സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ? ചെറിയ മാലയല്ലേ, പുതിയ ഓച്ചാണല്ലോ. എപ്പോഴും രേണു പുറത്തോട്ട് എപ്പോഴും പോകുന്നില്ല, ഞാൻ ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തുണ്ടോ പുറത്തോട്ട് യാത്ര? എന്നോടുള്ള യുദ്ധം കഴിഞ്ഞില്ല, ഞാൻ അത് കഴിഞ്ഞിട്ടേ പോകുന്നു. അതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. എൻ്റെ പൊന്നോ, എങ്ങനെ ഉരുണ്ട് പെട്ടെന്ന് അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ലേ? പുള്ളിക്കാരി ശരിക്കും ഉദ്ദേശിച്ചത് അവിടുത്തെ വിധിച്ച കയറി ഇനിയിപ്പോൾ ഒരു പോക്ക് ഉടനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ വിഷയമൊക്കെ ഇത്ര ആയതുകൊണ്ട് അവിടെ ഉള്ളവരും ഒന്ന് പെട്ട് കാണും, ഇവിടെ ഉള്ളവരും ഒന്ന് കയറ്റി വിടുന്നവരും ഒക്കെ പെട്ട് കാണും. എല്ലാവരും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉടനെ ഒരു കയറിപ്പോക്ക് കാണുകയില്ല. അതിനാണ് പറഞ്ഞത് അവിടുത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പൊക്കോളാന്ന്. അവിടുത്തെ സംഭവമൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങിയെന്ന് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു കേട്ടോ എന്നോട് ഇവിടെ ഉള്ളവരുടെ ഇത് കഴിഞ്ഞിട്ട് പൊക്കോളാന്ന്. എന്നതാണേലും എപ്പോഴും ആ ഉരുണ്ട് പിന്നെ വീണാൽ 4 കാലം വീഴുമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിലേക്ക് പുള്ളിക്കാരി പോയാൽ അത് ഉരുണ്ട് പെടഞ്ഞ് അത് പൊടി തട്ടി എണീക്കാൻ നല്ലപോലെ അറിയാം. ആ ഡയലോഗ് കേട്ടോ. പക്ഷേ എവിടേക്കോ എന്നെ ഒരു ചമ്മലുണ്ട് കേട്ടോ ഇതൊക്കെ ചോദിക്കുമ്പോൾ. തിരിച്ച് കയറി ദുബായിക്ക് പോകുന്ന കാര്യം ചോദിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ മാല കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേന്ന് ചോദിച്ചപ്പോൾ അവരെ നോക്കി ഒന്ന് ചിരിച്ച് പുള്ളിക്കാരിക്ക് അറിയാം ഇവർ തന്നെ ആക്കുവാന്നറിയാം ഇവരെ. സ്വർണ്ണമാണേലും എത്ര പവനുണ്ട്, എത്ര ഇതുണ്ട് എന്ന് ചോദിക്കുന്നതൊക്കെ കളിയാക്കാണ്. കാര്യം എന്ന് വെച്ചാൽ കൊലുസ് ഇടയ്ക്ക് പറഞ്ഞ് ചേച്ചി വാങ്ങിത്തന്ന ഈ ചേച്ചിയുടെ ചേട്ടൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടോ ആ ഒരു വോയിസിനകത്ത് ഷബിനവിയുടെ വോയിസിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ കാര്യവും കൊടുത്തിട്ടുണ്ട്, ചേട്ടൻ്റെ കാര്യവും കൊടുത്തിട്ടുണ്ട്, അവരുടെ വീട്ടിലെ മുഴുവൻ കഥകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഷബിനവിയുടെ അതിനകത്ത് വോയിസ് കിടപ്പുണ്ട്. അതിനകത്ത് ഞാൻ കുറേ കേട്ടു. ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ ഈ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കേൾക്കുന്നതുമായിട്ടൊക്കെ എന്തൊക്കെയോ സാമ്യങ്ങളുള്ള പോലെ നമുക്ക് തോന്നും. എന്നാണേലും രേണുവിനോട് ചോദിക്കുന്നുണ്ട് വർക്ക് കുറഞ്ഞതിനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. വർക്ക് കുറഞ്ഞാൽ എന്നാ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. എന്നാലും ഞങ്ങൾ ഈ സെലിബ്രിറ്റി എന്നുള്ള കാര്യം ഞങ്ങൾ വിടത്തില്ല കേട്ടോ. അത് ഞങ്ങളിങ്ങനെ മുറുകെ പിടിച്ചേക്കുക തന്നെ ചെയ്യും.
പോകുന്ന വെച്ചാൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് അവരുടെ സെലിബ്രിറ്റി കുറച്ച് ഡൗൺ ആയാലും അവർ സെയിൽസിലോട്ട് പോയാൽ മുമ്പത്തെ സെലിബ്രിറ്റി എന്നുള്ള കാര്യം ഡൗൺ ആവുന്ന ഞാൻ ഒരു ഡൗൺ പ്രശ്നത്തിൽ ആയെന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുമല്ലോ, വേറെ ഒന്നുമല്ല, കുറച്ച് പ്രോഗ്രാമുള്ളൂ ആ ഡൗൺ, അല്ലാതെ വേറെ ഡൗൺ ഒന്നുമല്ല. അപ്പം ഇനിയിപ്പോ ഒട്ടും ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ ജോലിയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. പാഷൻ ഇപ്പോഴാണ് ആയത്, ജോലിയായിട്ട് സ്വീകരിക്കുന്നു. സോ ഡൗൺ ആയാലും അല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും ഇനി ഈ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നത് പറഞ്ഞു എന്തായാലും അന്തസ്സായിട്ട് സെലിബ്രിറ്റി ആണല്ലോ. സെയിൽസ് ഗേളായിട്ട് പോകുന്നതാണ് പറഞ്ഞത്. ഈ ഒരു ഇത് അവന്മാരെ കൊണ്ട് സത്യം പറയണല്ലോ, അവന്മാർ മിക്കാറും ഈ ഒരു സെറ്റിൽ തല്ലുപേടിച്ച് ഓടും മിക്കാറും. കാര്യം നല്ല രീതിക്ക് നടക്കുന്ന ഒരു ഷൂട്ടിംഗ് ആണെങ്കിൽ, നല്ലൊരു സിനിമയും കാര്യങ്ങളും ഷൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഇവിടെ ദിവന്മാരെല്ലാം തല്ലും മേടിച്ച് ഓടാൻ സാധ്യതയുണ്ട്. പക്ഷെ പുള്ളിക്കാരി പതിയാണ് പറയുന്നത് കേട്ടോ, പതിയാണ് സംസാരിക്കുന്നത്. ഒരുപാട് ഒച്ച പറയുന്നില്ല, പലപ്പോഴും ചുറ്റിനും ശ്രദ്ധിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ ശ്രദ്ധിച്ചാണ് പറയുന്നത്. ഇതിപ്പോൾ പതിയാണ്. ഇതൊക്കെ തീർന്നാലും പുള്ളിക്കാരി ഒരു കട സെയിൽസ് ഗേളായിട്ട് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ എങ്ങനെ ജോലി കിട്ടുകയല്ലോ രേണു, അതല്ലേ പ്രശ്നം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് വരുന്നതിന് മുന്നേ പറഞ്ഞാൽ കട ഒരു ബേക്കറി ചെന്ന് ജോലി ചോദിച്ചിട്ട് സുധിയുടെ ഭാര്യയല്ലേ എങ്ങനെ ജോലി തരുമെന്ന് ചോദിച്ചെന്ന്. ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ജോലി എങ്ങനെ തരുമെന്ന് ചോദിച്ചത്. അല്ലാതെ സുധി എന്ന് പറയുന്ന ആളുടെ ആ ഒരു ഭയങ്കര ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ആണെ തന്നെ ഒരു ജോലിയല്ലേ ചോദിക്കുന്നത്, അല്ലാതെ അവരുടെ സ്വത്തൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്. ഒരു ജോലി ചോദിച്ചാൽ പോലും ആ ബേക്കറി ജോലി ചോദിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ പച്ച കള്ളമെന്നാൽ നമുക്ക് നല്ലപോലെ അറിയാം. പിന്നെ എങ്ങനെയാണ് ഇനി സെയിൽസ് ഗേളായിട്ട് വന്നത്? പിന്നെ ഇത്രയും സെലിബ്രിറ്റി ആയിട്ട് ഇരിക്കുന്ന രേണുവിനെ ആരിനി അവിടെ ഒരു കടയിൽ നിർത്തും? അതും അവർക്കൊരു കുറച്ചില്ലേ, ഇത് കടക്കാർക്കൊരു ഇതായിരിക്കും. കാര്യം ഇത്രയും വലിയൊരാളെ ഞങ്ങളിങ്ങനെ നിർത്തും എന്നുള്ളൊരു മൈൻഡായിരിക്കും. അതുപോലെയാണ് ഒരു ബേക്കറിയിൽ ജോലി ചോദിച്ചു തന്നപ്പോഴും പറഞ്ഞത് സുധിയുടെ വൈഫിനെ എങ്ങനെയാണ് ഞങ്ങൾ ജോലിക്ക് ഇവിടെ എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. കാര്യം അത്രയും വലിയൊരാളുടെ വൈഫിനെ എങ്ങനെയാണ് ഇവിടെ ജോലിക്ക് നിർത്തുന്നത്, ആ ഒരു മൈൻഡിലാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇനിയാണേലും അതൊക്കെ തന്നെയല്ലേ സുധിയുടെ വൈഫെന്ന് പറഞ്ഞ് തന്നെയാണല്ലോ ഇപ്പോഴും അവരറിയപ്പെടുന്നത്. അതുകൊണ്ട് കിട്ടുമോ എനിക്കറിയില്ല കേട്ടോ, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പം കണ്ടാണ് ഋതപ്പൻ അതിനകത്ത് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിലെ സംസാരം അത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വീട്ടിലെ കാര്യമാണ് പറഞ്ഞാൽ, വല്ലപ്പോഴും ചെന്ന് കയറുന്ന ഒരു വീട്ടിലാകുമ്പം ആ കുഞ്ഞുങ്ങൾക്ക് പരിചയം കാണത്തില്ല, അവർ വലിയ അടുപ്പം കാണിച്ചെന്ന് വരത്തില്ല. നമ്മൾ സ്ഥിരമായിട്ട് ആ വീട്ടിലെ കുഞ്ഞുങ്ങളും നമ്മളോട് നല്ല സ്നേഹത്തിൽ നിന്ന് വീട്ടുകാരും നല്ലതായിട്ട് നിൽക്കുന്നത് തൊട്ട് നമ്മൾ ചെന്ന് കയറുമ്പോൾ ആ കുഞ്ഞുങ്ങൾ സ്നേഹമായിട്ട് നമ്മുടെ അടുത്ത് ഓടി വന്നുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് പരുങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ കുറ്റം അവിടെ നല്ല പോലെ സ്പ്രെഡ് ആകുന്നുണ്ടെന്ന് വിചാരിച്ചോളുക. അതാണ് ഇവിടെയും സംഭവിച്ചത്. അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ കിച്ചു ഋതപ്പനെ കാണാൻ ചെന്ന കാര്യം ഇവർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി നമുക്കൊന്ന് കേൾക്കാവേ. ഋതപ്പൻ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്ന് ആൾക്കാർ കാണുന്നവർ പറയുന്നുണ്ട്. ഞാനവിടെ ഇല്ലായിരുന്നല്ലോ. അല്ല, ഇതിന് മുന്നേ കുഞ്ഞിനറിയാം എന്തോ പ്രശ്നം നടക്കുന്ന അറിയാം, അവൻ ചോദിക്കത്തില്ല. പക്ഷെ അവനെ ഓർത്ത് കാണും, ദൈവമേ ഞാൻ ഒരു അമ്മേനെ വഴക്ക് പറയുമോ പോയാൽ അങ്ങനെ കുഞ്ഞിനറിയില്ലല്ലോ. അല്ല, പറയുന്നുണ്ട് രേണു എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഋതപ്പൻ്റെ അടുത്ത്, അങ്ങനെ എന്തെങ്കിലും. രേണു എന്തൊക്കെ പറഞ്ഞു വെച്ചാൽ എൻ്റെ മകനല്ലേ അത്, ഞാൻ പറഞ്ഞു വെക്കട്ടെ, അതിനെന്താണ് പറഞ്ഞു വെച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ കുഴപ്പം? എൻ്റെ മകനോട് ഞാൻ പറയും, ചിലപ്പോൾ പറയാതിരിക്കും, അതെൻ്റെ ഇഷ്ടമല്ലേ, അന്ന് എന്തിനാ നാട്ടുകാർ ഇടപെടുന്നത്? കേട്ടോ, പറയുന്നതിലൊരു സൗണ്ട് കുറവ്, ഒരു പതിയെ ആരെങ്കിലും കേൾക്കുമോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ? ഇങ്ങനല്ലല്ലോ സാധാരണ, ഒച്ച എടുത്തല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഒച്ച കുറച്ച് സംസാരിക്കാൻ അറിയാം പുള്ളിക്കാരിക്ക്. അതുപോലെ തന്നെ ഈ സെറ്റ് വന്നിരുന്നേച്ച് എല്ലാവരും ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പുള്ളിക്കാരിക്ക് മര്യാദയ്ക്ക് ഇരിക്കാനില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്ന ഒരു കാലിൻ്റെ പുറത്തോട്ട് ഒന്നും കൂടെ കയറ്റി വെച്ച് ഇങ്ങനെ ഒടിഞ്ഞ് കുത്തി നിക്കറായിട്ടേക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇറക്കമില്ലാത്ത ഉടുപ്പും കൂടെ ആണെങ്കിൽ അതൊന്നും കൂടെ അങ്ങ് കയറും. ഈ കാലുമായിട്ട് കാലും കൂടെ കയറ്റി വെച്ചെഴുത്തേക്ക് അങ്ങനെ ഇവിടെ ഒന്ന് മര്യാദയ്ക്ക് ആ കാലൊക്കെ ശരിക്കും വെച്ച് ഇരിക്കാനറിയാം. കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുന്നത് അത് ഓരോരുത്തരുടെ രീതിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളിടുന്ന ഡ്രസ്സും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ കാലുമേ കാല് കയറ്റി വെച്ച് ഇരിക്കാനായിട്ട്. അത് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇതിനകത്ത് പറയുന്നു, ഞാനില്ലാത്തതുകൊണ്ട് ഇതിനു മുമ്പും കിച്ചു വരുന്ന സമയത്ത് രേണുവോട് ഇല്ലായിരുന്നല്ലോ, അന്ന് ഋതപ്പന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ. ഇതിനു മുമ്പ് കിച്ചു അവിടെ വരുന്ന സമയത്ത് കാണിച്ചപ്പോഴൊന്നും രേണുവോട് ഉണ്ടായിട്ടില്ല. ആ എൻ്റെ ട്രോഫി സുധി കിട്ടിയ സമയത്ത് ആ ഒരു പ്രാവശ്യം വന്ന്, അത് കഴിഞ്ഞ് അതല്ലാതെ വന്ന് ഈ കൊച്ചുങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി ഈ ഋതപ്പന് നല്ല ഡ്രസ്സും ഒക്കെ മേടിച്ച് കൊടുത്ത്, അതിനൊരു ചെരുപ്പും ഒക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്ന സമയമൊക്കെ ഉണ്ട്. ആ സമയത്തൊന്നും രേണുവോടുള്ളതായിട്ട് കാണിച്ചില്ല. പിന്നെ എന്നെ ഞാനില്ലാത്തതിൻ്റെ പേടി കൊണ്ടാണ് കൊച്ച് അങ്ങനെ കാണിച്ചത് കിച്ചുവിനെ കണ്ടപ്പം എന്ന് പറയുന്നത്. അതാ പറഞ്ഞത്, വാ തുറക്കുന്നതെന്നാണ് പറയേണ്ടത്. അത് ഏത് രീതിക്കും വേണമെങ്കിൽ വളച്ചൊടിക്കും. പിന്നെ നാട്ടുകാർക്ക് എന്നാന്ന് വെച്ചാൽ നാട്ടുകാർക്കൊന്നും ഇല്ല, നിങ്ങളാണ് പറഞ്ഞത് എല്ലാവരും കൂടെ കൂടി 2 പിള്ളേരെ 2 വഴിക്കാക്കിയെന്ന്. ഒരിക്കലും ആയിട്ടില്ല. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്നും അവർക്ക് സ്നേഹം ഉണ്ടാകും. ഇവരായിട്ടൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഈ ഋതപ്പനെ ഇങ്ങനെ തിരിപ്പിച്ചെടുക്കാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു എൻ്റെ മോനോട്, അതിനെന്നാ തെറ്റ്? ഒരു തെറ്റും ഇല്ല. പിന്നെ തിരിഞ്ഞു ചോദിച്ചു, പിന്നെ ഷെബീന ബീബി കാണിച്ചു, പിന്നെ ഈ റിയാഷ് മുടിയക്കാരാണ് എൻ്റെ പിള്ളേരെ 2 വഴിക്കാക്കി എന്ന് പറയരുത്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെയാണ് ആ കുഞ്ഞ് ഈ കിച്ചുവിൻ്റെ അടുത്ത് എതിർ കാണിച്ചത്, ഒരു അകലം പോലെ കാണിച്ചത്. ഇതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയെ പറ്റി അധികം സംസാര കാര്യങ്ങളേ ഇല്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഈ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എപ്പി പോയ കാര്യങ്ങൾ, പിന്നെ ആരാധകരുടെ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ വീണ്ടും
ഇതൊക്കെ വീണ്ടും ഒന്ന് ഒതുങ്ങിയായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ സിനിമക്കാരൻ എന്നത്തിൻ്റെ ദിവസമായിരുന്നത് അവർ ഒന്നിച്ചിരി മര്യാദയായതായിരുന്നു. വീണ്ടും ഇപ്പോൾ ഇവരിതിന് പതിയെ ഇവിടെ വെച്ച് വലിയ ബഹളം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ കാണിക്കുകയോ നടക്കുകയോ ചെയ്താൽ അത് ഭയങ്കര നെഗറ്റീവ് ആവുമെന്ന് ഇവർക്കറിയാം. ഈ കലാരംഗത്ത് അത് വീണ്ടും അടുത്ത ചാട ചെവിച്ചിലും അങ്ങനെ നല്ല പോലെ ഇവർക്ക് നെഗറ്റീവ് വരുമെന്നറിയാം. അതുകൊണ്ട് ഇവിടെ ഇവർ സൂക്ഷിച്ചേ നിൽക്കത്തുള്ളൂ. പിന്നെ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഉണ്ട്, ആരും ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും മൂലയിലോട്ട് പോയി നിന്നിച്ച് അവരോട് കഥകൾ പറയും, അത് പുറത്തോട്ടെടുത്ത് അമ്മാർ വീഴും. അതേ ഉള്ളൂ. ഇനിയും വരും, ഇനിയും ഇതുപോലെ തന്നെ ചോദിച്ചുകൊണ്ട് വരും. കിച്ചുവിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് ഓന്തെന്നല്ലേ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചു. അതൊക്കെ പുള്ളിക്കാരി ആസ്വദിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു, അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അവർ വിളിച്ചോട്ടെ, കുഴപ്പമില്ലെന്നുണ്ട്. പിന്നെ എന്തിനാ കഴിഞ്ഞ ദിവസം കുറുനരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷ ഒന്ന് പറഞ്ഞത്? അതാണ് പറഞ്ഞത്, ഇവർക്കൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച വെളിവുമില്ല. ഇവർ എന്നതാണോ പറയുന്നത് ഇവർക്ക് തന്നെ അറിയത്തില്ല. എന്നതൊക്കെയോ വന്ന് ആരെയൊക്കെയോ പറയുന്നു. അത് തന്നെയാണ് ചിലത് നല്ല ഇവർക്ക് വെളിവ് വിട്ടങ്ങ് പറയുന്നത്, ചിലർ എടുത്ത് അതിനുള്ള തിരിച്ചടി രീതി കൊടുക്കുന്നു. അതായത് ഷെബിന ബിബിയെ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവരെടുത്ത് തിരിച്ചടിയായിട്ട് കൊടുത്തു. നല്ല ഇതാണ് കൊടുത്തേക്കുന്നത്. ഓരോന്ന് അവരത്രയും ഇതായിട്ട് അവർക്കറിയാം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടാൽ വരുന്ന പ്രശ്നങ്ങൾ നല്ലപോലെ അറിയാം. ആ അത്രയും ധൈര്യമായിട്ട് അവരത് വിടണമെന്നുണ്ടെങ്കിൽ അവർക്കത് അതുപോലെ ശക്തമായിട്ടുള്ള തെളിവ് ഉറയിലുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ ഇപ്പം പറയുന്ന ഷെബിന ബിബിക്കെതിരെ കേസ് കൊടുക്കാൻ പോയി, അത് വെച്ചാൽ മറ്റേ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ചാനലത്ര പറഞ്ഞ് കേട്ടിട്ടാണ് കേട്ടോ കേസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്. കേസ് കൊടുക്കാൻ പോയിട്ട് എന്നായി എന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ പുള്ളിക്കാരി പറഞ്ഞ് നിർത്തുന്ന കേട്ടോ. ഒന്നും പുള്ളിക്കാരിക്ക് പറയാനില്ല, നോ കമൻറ്റ്സ്, അത്രയേ ഉള്ളൂ. ഇതുപോലെ ആദ്യമേ നിന്നിരുന്നെങ്കിൽ ആരും വാരി ഇറക്കാൻ വരത്തില്ലായിരുന്നു, ആരും ഒന്നും പറയാനും വരത്തില്ലായിരുന്നു. നിങ്ങളായി, നിങ്ങളുടെ പാടായി, നിങ്ങളുടെ ജീവിതമായി. പിന്നെ സുധി മരിക്കുന്നതിന് മുമ്പ് ആ കൊച്ചിനോട് എന്നാ വീണേലും ചെയ്തെന്നിരിക്കട്ടെ, അതിനോട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു നിൽക്കട്ടെ. സുധി മരിച്ചതിന് ശേഷം ആ മൂത്ത കൊച്ചിനെ കൂടെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരെ ആരും ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ആ കൊച്ചും കൂടെ ഇത് ആ കൊച്ചും കൂടെ വന്ന് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടെ ആൾക്കാർക്ക് പറയാനുള്ള ഇതായി. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള കുഴി ഇങ്ങനെ വെട്ടി കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ട് ഇതാണ് എൻ്റെ കുഴി, ഇതിലോട്ട് ചാടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും തെളിവുകളും കാര്യങ്ങളും കൊടുത്തു. ഇപ്പോഴും വന്നിച്ച് ഓരോരോ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ നീണ്ടു പോകും. ഒരവസാനമില്ല പുള്ളിക്കാരുടെ ഈ പറച്ചിലൊന്നും. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് ആ വോയിസിൻ്റെ കാര്യമായിരിക്കും, മറ്റേ പുള്ളിക്കാരി അയച്ച വോയിസിൻ്റെ ആയിരിക്കും. എനിക്കറിയാൻ മേല എന്നും അത് പക്ഷേ അങ്ങനെ മിണ്ടുന്നില്ല കേട്ടോ. ആ ഒരു വോയിസിൻ്റെ കാര്യം അങ്ങനെ അധികം മിണ്ടുന്നില്ല. ഈ ചാറ്റ് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കാണും ഫേക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് നീ അങ്ങ് എതിർത്തു, നീ അത് നിൻ്റെ അല്ല, നിനക്കത് ഓർമ്മയില്ല, നീ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അതായത് FBIയുടെ കാര്യം പറഞ്ഞ മാതിരി വെളിവില്ലാതെ ചില സമയത്ത് ഇവർ എന്നേലൊക്കെ വിളിച്ച് പറയും. അങ്ങനെ എപ്പോഴായാലും ഇവരുടെ വായിൽ തന്നെ എല്ലാം പുറത്തു വരും, അതിനൊരു സംശയമില്ല. ഇപ്പോൾ അവർ പോയാൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇവർക്ക്. വരുമാനം കിട്ടുന്ന ഒരു കാര്യം ഇവർ കളയുമോ എനിക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ തിരിച്ചെടുക്കും, ചിലപ്പോൾ തിരിച്ചെടുക്കുകയില്ല. കുറേ പൈസ മുടക്കണമെന്നാണ് പറയുന്നത്. അത് അതുപോലെ അത് പോയി അതിൻ്റെ സംഭവങ്ങളൊന്ന് തെറ്റാക്കി തിരിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടുമെന്നാണ് പറയുന്നത്. ഇനി ഇവർ തന്നെയാണ് അങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്, കുറേ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് പുറത്ത് വരിക തന്നെ. അപ്പോൾ ഇവർ പറയായിരിക്കും ഇവർ പൈസ മുടക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഇവർ തിരിച്ചെടുത്താന്ന് പറയായിരിക്കും. എന്നാണേലും നമുക്ക് നോക്കാം ഇവർ പറയുന്നതിൽ എന്നതെങ്കിലും സത്യങ്ങളുണ്ടോ. സത്യങ്ങളൊന്നുമില്ല ഇവർ പറയുന്നതിലൊന്നും, എല്ലാം കള്ളങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരു കാര്യത്തിനും ഒരു പോസിറ്റീവായിട്ട് നമുക്കൊന്നും എടുക്കാനുള്ള ഒരു കാര്യങ്ങളും ഇവർ പറയുന്നില്ല. എല്ലാം കുറേ നെഗറ്റീവ് വന്നിച്ച് മനുഷ്യരെ പൊട്ടരാക്കുന്ന രീതിക്ക് കുറേ കാര്യങ്ങൾ പറയും. അതുകൊണ്ടാണ് റിയാക്ഷൻ മീഡിയക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. എല്ലാവരും പൊട്ടരല്ല, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പറയുന്നു പിന്നെ തിരുത്തി പറയുന്നു. ഇത് തന്നെയാണ് എപ്പോഴും കാണിക്കുന്നത്. ഇപ്പോൾ തന്നെയല്ല, എപ്പോഴും അതൊക്കെ തന്നെയാണ്. എന്നാലും ഇനി അടുത്തൊരു സിനിമയും കൂടെ ഉണ്ട്. 5 സിനിമയിലൊക്കെ അഭിനയിച്ചെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇവർ 5 സിനിമയിൽ അഭിനയിച്ച് ഞാൻ ഒരു സിനിമയുടെ പേരും ഒക്കെ പറയുന്നത് കേട്ട് ഞാൻ ഒരു സിനിമയിൽ പോലും ഇവരെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരിക്കലൊരു പ്രജീഷൊക്കെ ആയിട്ട് ഇവരൊരു ഗുണ്ടാത്തലവത്തിയൊക്കെ ആയിട്ടൊരു അത് സിനിമയായിരുന്നോ അത് വീഡിയോ ആയിരുന്നു, ആൽബം വല്ലതും ആയിരുന്നോ എന്നാന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വല്ലതും ആണോ എന്ന് ഇനി അറിയത്തില്ല. എന്നാണേലും 5 സിനിമയോളം ഇവർ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് ഇതിപ്പം 5ാമത്തെ സിനിമയെന്നാണ് പറയുന്നത്. ഒന്നിലും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ജേണിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുക്കണമെന്നുള്ള കാര്യം ഇത് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇന്നലെ എടുത്തതുകൊണ്ടാണ് ഇത് വീണ്ടും ഇത് എടുക്കേണ്ടി വന്നത്. ഈ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഇവരൊന്ന് ഒതുങ്ങി എന്ന് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ പറഞ്ഞത്. പക്ഷേ ഇവർ ഒതുങ്ങിയിട്ടില്ല. ഈ ഒതുങ്ങുള്ളൊരു അഭിനയമാണ്. ഇവരിതിനേക്കാൾ ശക്തിയോടുകൂടി തിരിച്ചു വരും. വായിന്ന് ഇതിനേക്കാൾ വാർത്ത ഇപ്പോൾ ആ സെറ്റിലായതുകൊണ്ട് അവരൊന്ന് ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.